ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വൻ തിരിച്ചടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അയോധ്യയിലെ കാണിക്കയും സംഭാവനകളും വകമാറ്റിയെന്ന ഗുരുതരമായ അഴിമതി ആരോപണം ഭക്തർക്കിടയിൽ വൻതോതിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ അയോധ്യയിലേക്കുള്ള ഭക്തജന പ്രവാഹത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന BJPക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്നുള്ളത് ഉറപ്പാണ്. രാമക്ഷേത്രത്തെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും മുൻനിർത്തി ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള BJPയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ ഈ അഴിമതി ആരോപണം പ്രതിപക്ഷം ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അയോധ്യ, മധുര, കാശി, കുംഭമേള തുടങ്ങിയ വൈകാരിക വിഷയങ്ങൾ ഉയർത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി രാജ്യവ്യാപകമായി പിരിച്ചെടുത്ത 3500 കോടിയോളം രൂപയുടെ സംഭാവനയിൽ നടന്ന അഴിമതി ചൂണ്ടിക്കാട്ടി ജനവിശ്വാസം തകർക്കാനാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ നീക്കം. ഈ പ്രതിസന്ധിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനും പ്രതിരോധിക്കാനും BJP താഴെത്തട്ടിൽ വൻ പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. രാമക്ഷേത്ര കാണിക്ക വിവാദത്തിൽ സർക്കാർ നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി BJP ജനറൽ സെക്രട്ടറി ധരംപാൽ സിംഗ് നേരിട്ടാണ് ബൂത്ത് തല പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ബുധനാഴ്ചക്കകം സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് തല സമ്മേളനങ്ങൾ പൂർത്തിയാക്കി അണികളെ സജ്ജമാക്കാനും വോട്ടർമാരുടെ ആശങ്കകൾ പരിഹരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, BSP എന്നീ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ നിരന്തരമായ ആക്രമണമാണ് സർക്കാരിനെതിരെ അഴിച്ചുവിടുന്നത്. അയോധ്യയിലുണ്ടായ തിരിച്ചടിയെ രാഷ്ട്രീയമായി പരമാവധി പ്രയോജനപ്പെടുത്താനാണ് സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി OBC, ദളിത്, ന്യൂനപക്ഷം എന്നിവരെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ PDA മുന്നണി പ്രഖ്യാപനത്തിലൂടെ പുതിയൊരു സാമൂഹിക സമവാക്യത്തിന് അഖിലേഷ് യാദവ് രൂപം നൽകിയിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള 14 ജനറൽ സീറ്റുകൾ ഉൾപ്പെടെ ആകെ 100 സീറ്റുകളിൽ ഈ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി BJPയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാണ് SP ലക്ഷ്യമിടുന്നത്. സാധാരണക്കാരായ ഭക്തരിൽ നിന്ന് ശേഖരിച്ച കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകളിൽ ഉണ്ടായ ക്രമക്കേട് ജനങ്ങൾക്കിടയിൽ BJPയുടെ ധാർമ്മികത ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അയോധ്യയിലെ ഈ പരാജയത്തിൽ നിന്നും അഴിമതി ആരോപണങ്ങളിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ മധുര ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വീണ്ടും സജീവമാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയോധ്യയിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതേസമയം രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം അയോധ്യ രാമക്ഷേത്രത്തിൽ കാണിക്ക കൊള്ളയെ കുറിച്ചുള്ള നിയമ പോരാട്ടങ്ങൾ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ നിർണായക ഹർജികളിൽ വാദം കേൾക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ സ്വതന്ത്രവും സുതാര്യവുമായ CBI അന്വേഷണം വേണമെന്നാണ് RJD MP സുധാകർ സിംഗ്, നരേന്ദ്രകുമാർ ഗോസ്വാമി, അഭിഭാഷകരായ അജയ് കുമാർ റായ്, ദിനേശ് കുമാർ യാദവ് എന്നിവർ സമർപ്പിച്ച ഹർജികളിലെ പ്രധാന ആവശ്യം. സുപ്രീം കോടതിയുടെ ഇടപെടലും വരാനിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളും UP തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ഗതിവിധികളെയും യോഗി മോദി സർക്കാരുകളുടെ ഭാവിയും തീരുമാനിക്കുന്നതിൽ നിർണായകമായിരിക്കും.